മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ് കേട്ടോ. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നബിദിനൊക്കെ ആയതുകൊണ്ട് മദ്രസയിൽ കുറച്ച് പരിപാടികളൊക്കെ പൊന്നൂസിനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് കുറച്ച് നേരത്തെ പോകണം, ഒരു മണിക്കൂർ നേരത്തെ, അത്രയേ ഉള്ളൂ കേട്ടോ. പൊന്നൂസിന് ചായയൊക്കെ കൊടുത്ത് അവളങ്ങനെ പോകുന്ന സമയത്ത് കൂടുതലായിട്ട് ചായയും കടി അങ്ങനെയൊന്നും കുടിക്കലൊന്നുമില്ല. ചെറിയ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കഴിക്കുള്ളൂ കേട്ടോ. അപ്പം മോൾക്ക് ചായയൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞയക്കാൻ നിൽക്കണം. പറഞ്ഞയച്ചിട്ട് വേണം വേറെയുള്ള പണികളൊക്കെ എടുക്കാൻ കരുതിയിട്ട്. മക്കൾ പോയാലാണല്ലോ നമുക്ക് നമ്മളെ പണികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. മക്കൾ ഉണ്ടാവുമ്പോൾ എല്ലാം എടുക്കുക, കുഴപ്പമില്ല. പക്ഷെ എല്ലാം ഒതുക്കി റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്കൂൾക്ക് പറഞ്ഞയച്ച് മദർസക്കും പറഞ്ഞയക്കും ഒരു സമാധാനമാണ്. വലൈക്കും അസ്സലാം. ഗേറ്റ് അടക്ക്, ഗേറ്റ് അടക്ക്. അകത്ത് ശരി, ആ റോട്ടിൽ നായ്ക്കളുണ്ടാവും. ഓരോ വീഡിയോസുകളൊക്കെ ഇങ്ങനെ കാണില്ലേ, കുട്ടികളെ മദ്രസ വിട്ട് വരുമ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കുട്ടികളെ നായ്ക്കൾ കടിക്കുന്നതും അതേപോലെ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാർ, അതൊക്കെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് പൊന്നൂസിനെ. അവൾ ഒറ്റയ്ക്ക് എവിടെയും പോവലില്ല. ഒന്നെങ്കിൽ കൂടെ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ കൊണ്ടാക്കി കൊടുക്കണം. പൊന്നൂസിനെ മദ്രസക്കാക്കി തിരിച്ച് വന്നപ്പോൾ പിന്നെ നന്നായിട്ട് നല്ല മഴ പെയ്തിട്ടോ. പിന്നെ അടുക്കളയിൽ ഇറങ്ങി പത്തിരി ഉണ്ടാക്കാൻ കരുതിയിട്ട് മോൻ പോകാനാവുമ്പോൾ പിന്നെ ചായയും കടിയൊക്കെ റെഡിയാക്കണം. ഞാൻ കുറച്ച് നേരത്തെ പോകും, എല്ലാവരും കൂടെ ഒരുമിച്ച് ചായ കുടിക്കാൻ പറ്റില്ല രാവിലത്തെ സമയത്ത്. പിന്നെയൊക്കെ ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കാം, കാരണം മോള് വരുമ്പോഴേക്കിനും മോനെ സ്കൂളിൽ പോകണം. പിന്നെ ഞാനും മോളും ഒറ്റയ്ക്ക് വന്നിരുന്നിട്ടാണ് കഴിക്കാറുള്ളത്. പുറത്ത് മഴ നന്നായിട്ട് തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് കോഴികളൊന്നും എനിക്ക് പുറത്ത് വിടാൻ പറ്റിയിട്ടില്ല. കോഴിൻ്റെ കൂട് തുറന്നു കൊടുക്കാൻ തന്നെ പോകാൻ പറ്റില്ല, നല്ല മഴയാണ്. ഇത് വീട്ടിലെ കിളിക്കൂട് കേട്ടോ. അതിപ്പോൾ കുട്ടികൾക്ക് തീറ്റയൊക്കെ കൊടുന്നെടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ഇത് വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഈ കിളിക്കൂടുള്ള. ഒരു 3-4 വർഷമായിട്ടുണ്ടാവും ഇവരിവിടെ കൂട് കൂട്ടിയിട്ട്. കുട്ടികൾ വരും, മുട്ടടും, വിരിഞ്ഞു കൊണ്ടുപോകും. അങ്ങനെ 3-4 വർഷമായി. അവർക്കിപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ശീലമായി. ഞങ്ങൾ ഇരിക്കുമ്പോഴും ഒരു വരും, കുട്ടികൾക്ക് തീറ്റ കൊടുക്കും, ഇതാക്കണം. കുട്ടികളെ ഉപ്പയും ഉമ്മയൊക്കെ വന്നിട്ട് ഞാൻ തിന്നാൻ കൊടുത്തിട്ട് പോവുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലൈക്കും സലാം. നല്ല പഴയതല്ലേ. ഞാൻ എൻ്റെ അടുത്ത് കുട ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ച ആകെ ടെൻഷനായിരിക്കുന്നു. വേഗമുണ്ട് എന്നാ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരുമ്പാനുള്ള ബക്കറ്റിൽ കൊടുന്നതേ. ആ സോന് പോയി, അവൻ ചാടിച്ചു പോയി. പൊന്നൂസ് മദ്രസ വിട്ട് വന്ന് അവള് ചായയൊക്കെ കുടിച്ചിട്ട് സ്കൂൾക്ക് പോകാനുള്ളതൊക്കെ മാറ്റി വെക്കുള്ള വെള്ളവും ഉച്ചഭക്ഷണത്തിനുള്ള പാത്രങ്ങളൊക്കെ ബാഗിൽ വെച്ച് കൊടുത്ത്. ഇന്നാണെങ്കിൽ എക്സാമാണ്, എക്സാമിനുള്ള പുറപ്പാടാണ്. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീടും റൂമും എല്ലാം ഒരു യുദ്ധക്കളം പോലെ കിടക്കുക കേട്ടോ. കണ്ടില്ലേ, ബെഡ്റൂമൊക്കെ ആകെ കിടന്ന് കിടക്കണം. ഇനിയൊക്കെ കൂടെ ഒന്ന് ഉഷാറാക്കിയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ റൂം സെറ്റാക്കി എടുത്തോട്ടോ. അടുത്ത
ഇത് മോൻ്റെ റൂമാണ് ശരിയാക്കുള്ളത് കേട്ടോ. അവൻ്റെ പിന്നെ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വലിച്ചിട്ട് മൊബൈൽ ചാർജ് ചെയ്യുന്നതൊക്കെ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അങ്ങനെ അതങ്ങ് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി കുറേ തിരുമ്പാനൊക്കെ ഉണ്ട് എടുത്ത് വെച്ചത്. ഇതൊക്കെ കൂടി ഇനി വാഷിംഗ് മെഷീനിൽ കൊണ്ടിടണം. മേലത്തെ റൂമുകളൊന്നും ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടില്ല. അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ മേലെ മൊത്തത്തിൽ കയറിയിട്ട് വൃത്തിയാക്കുള്ളൂ കേട്ടോ. ഇനി അടുത്ത റൂമിൻ്റെ അവസ്ഥ നോക്കട്ടോ. അതാക്കണം ബുക്കുകളെല്ലാം കൂടെ പരത്തിയിട്ട് ഇതൊക്കെ നമ്മൾ എത്ര എടുത്താലും ഇതങ്ങ് കഴിയാത്തൊരു പണിയാണല്ലോ. എല്ലാ ദിവസവും ഉള്ള പണിയാണത്. ഒരു ദിവസം നമ്മൾ പൊടി തട്ടിയില്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അധികം പണിയായിക്കാരം. മക്കൾ പോയാൽ പിന്നെ ഇത് നേരാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണ്. വീട് മൊത്തത്തിലൊന്നും ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പണിയും കഴിഞ്ഞ് ഒതുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ. പിന്നെ മക്കൾ വന്നതിന് ശേഷം വല്ലാതെ കേടിരുത്തൊന്നുമില്ല കേട്ടോ എൻ്റെ മക്കൾ. അതുകൊണ്ടൊരു സമാധാനമാണ്. ഇന്ന് പുറത്ത് പണികളൊന്നുമില്ല, കാരണം നല്ല മഴയാണ് പുറത്ത്. അതുകൊണ്ട് മുറ്റടിക്കാനും കാര്യങ്ങളോ ഒന്നും ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പണി ഇന്നൊരു ലാഭം കിട്ടിയിട്ടുണ്ട്.